ഒരിക്കൽ കൂടി ദുരന്തം ആകാശത്ത് നിന്ന് പെയ്തിറങ്ങി. ആകാശദീപങ്ങളുടെ വർണ്ണക്കാഴ്ചകൾക്ക് പിന്നാലെ മരണനിലമായി ഉത്സവപ്പറമ്പ് മാറി. കൊല്ലം പരവൂരിൽ പുറ്റിങ്ങൽ ക്ഷേത്രത്തിലുണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ 100-ലേറെ പേർ മരണത്തിലേക്ക് ചിതറിത്തെറിച്ചു. കേരളം കണ്ടതിൽ ഏറ്റവും വലിയ വെടിക്കെട്ട് ദുരന്തമാണ് പരവൂരിൽ ഉണ്ടായത്. ഈ ഘട്ടത്തിൽ ഉണ്ടാകേണ്ട ചില പുനരാലോചനകളെക്കുറിച്ചാണ് ഈ ലക്കമടയാളത്തിൽ ആദ്യം. മതത്തിനു മുന്നിൽ ഏത് നിയമത്തിൻ്റെയും നട്ടെല്ല് വളയും. ദൈവത്തിൻ്റെ പേര് പറഞ്ഞാൽ എന്ത് നിയമലംഘനവുമാകാം. നിരോധനം ലംഘിച്ച് വെടിക്കെട്ട് നടത്താം. വ്യവസ്ഥകൾ പാലിക്കാതെ ആനകളെ എഴുന്നള്ളിക്കാം. ചെവിക്കല്ല് പൊട്ടുമാറ് മതപ്രഭാഷണത്തിന് ഉച്ചഭാഷണി വെക്കാം. ഗതാഗതം സ്തംഭിപ്പിച്ച് റാസ നടത്താം. ഈ മതങ്ങൾക്ക് മൂക്കേറിടേണ്ടതിൻ്റെ അനിവാര്യതയിലേക്കാണ് ഓരോ ദുരന്തവും വിരൽ ചൂണ്ടുന്നത്. ഞായറാഴ്ച പുലർച്ചെ 3:30 അത് സംഭവിച്ചു. പുറ്റിങ്ങൽ ക്ഷേത്രവളപ്പ് ദുരന്തഭൂമിയായി. വർണ്ണരാജിയുടെ അഗ്നിച്ചിറക് ഉള്ളിലൊതുക്കി ആകാശത്തേക്കുയർന്ന സൂര്യകാന്തി എന്ന കമ്പം പാതയിൽ താഴേക്ക് പതിച്ച് വെടിപ്പുരയ്ക്ക് തീപിടിച്ചു. പുലർച്ചെ 3:30 ഒട്ടുമിക്ക പടക്കവും പൊട്ടിച്ചു തീർന്നിരുന്നു. മാത്രമല്ല, കാഴ്ചക്കാരിൽ ഒരു വിഭാഗവും പിരിഞ്ഞു പോയിരുന്നു. അല്ലെങ്കിൽ ദുരന്തത്തിന്റെ വ്യാപ്തി അപ്രവചനീയം ആകുമായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് പരവൂരിൽ മത്സരക്കമ്പം നിരോധിച്ചതാണ്. എന്നിട്ടും ഇത്തവണ 2 വിഭാഗക്കാരായി മത്സരിച്ച് കമ്പം നടത്തി. അതിന്റെ പരിണിത ഫലമാണ് ജീവനുകൾ ചിഹ്നിച്ചിട്ടറിയ ദുരന്തം. പ്രത്യേകിച്ച് വെടിക്കെട്ടുകൾ ഇന്ന് ഏറ്റവും വലിയ തലത്തിൽ ദുരന്തങ്ങൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവീകോപം, ദേവൻ്റെ കോപം എന്നൊക്കെ നമുക്ക് പറഞ്ഞ് അതിനെ മറ്റൊരു തലത്തിൽ വ്യാഖ്യാനിക്കാമെങ്കിലും യഥാർത്ഥത്തിൽ മനുഷ്യ കേന്ദ്രീകൃതമാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം. നമ്മൾ തന്നെ തീരുമാനിച്ച് നമ്മൾ തന്നെ നടപ്പിലാക്കി ആസൂത്രിതമായി നടത്തുന്ന പ്രക്രിയകൾ നമ്മൾ തന്നെ നാശത്തിലേക്ക് വഴിതെളിയിക്കുന്നു. പ്രകൃതിയും ജീവജാലങ്ങളെയും എല്ലാം മറന്നുകൊണ്ട്, ചുറ്റുപാടുകളെ മറന്നുകൊണ്ട്, ദൈവത്തിൻ്റെ യഥാർത്ഥ രൂപത്തെ അല്ലെങ്കിൽ ആ വിശ്വാസത്തെ മറന്നുകൊണ്ട് സ്വാർത്ഥരായിട്ട് ഒരു പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വെടിക്കെട്ടുകളെല്ലാം തന്നെ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. ഇത്രയും നാശനഷ്ടം സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. പ്രദേശവാസിയുടെ പരാതിയെ തുടർന്ന് കമ്പക്കെട്ടിന് ജില്ലാ കളക്ടർ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ഇത് തൃണവൽഗണിച്ചാണ് മത്സരക്കമ്പം നടത്തിയത്. കൊല്ലത്തെ എല്ലാ സംഭവങ്ങളും വെളിവായിരിക്കുകയാണ്. അനുമതി കൊടുത്തിട്ടില്ല എന്ന് ജില്ലാ കലക്ടർ എന്ന് പറയുന്ന ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് മാധ്യമങ്ങളോട് പറയുമ്പോൾ അയാൾ വെറും ഒരു പ്യൂണിൻ്റെ പദവിയിലേക്ക് താഴുകയാണ്. അയാൾ നിരോധിച്ച വെടിക്കെട്ട് അവിടെ രാത്രി ഒരു ടീം നടത്തിയെന്നും അടുത്ത ടീം നടത്തുമ്പോഴാണ് ഈ അപകടം ഉണ്ടായതെന്നും എല്ലാവർക്കും അറിയാം. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റായിട്ടുള്ള ജില്ലാ കലക്ടർ നിരോധിച്ചൊരു സംഭവം നടക്കുമ്പോൾ ആ കലക്ടർ കയ്യും കെട്ടി നോക്കിയിരുന്നത് ആ കലക്ടറുടെ പദവിക്ക് യോഗ്യമല്ല. വെടിപ്പുരയിലെ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ 1.5 കിലോമീറ്റർ ചുറ്റളവിൽ കെട്ടിടങ്ങൾ വിറച്ചു. ക്ഷേത്രവളപ്പിൽ മനുഷ്യ ശരീരങ്ങൾ ഛിന്നഭിന്നമായി കിടന്നു. വൈദ്യുതി നിലച്ചതും സ്ഫോടന ഭീതിയും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി. ഇങ്ങനെയൊരു ദുരന്തം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നതാണ് കാതലായ പ്രശ്നം.
ജില്ലാ കളക്ടർ നിരോധനാജ്ഞ കൊടുക്കുന്ന സാഹചര്യത്തിൽ പോലും അതിന് ഈ പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഈ സമൂഹം ഈ വെടിക്കെട്ടും വേലകളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ആര് സമാധാനം പറയും? വിശ്വാസം, സത്യമായിട്ടും ഈശ്വര വിശ്വാസം ഉണ്ടെങ്കിൽ സമൂഹത്തിന് നന്മയ്ക്കിലേക്ക് വേണം നമ്മൾ ഓരോ പ്രവൃത്തികൾ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട്. സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആഘോഷിച്ച് നശിപ്പിച്ചുകൊണ്ടല്ല, സംരക്ഷിച്ചുകൊണ്ട് സമാധാനപൂർവ്വമായിരിക്കണം. ഇതിൽ അമ്പല കമ്മിറ്റികളും അതുപോലെ നിയമസംഹിതയും സമൂഹത്തിലെ ജനങ്ങളും എല്ലാം ഒന്നിച്ച് കൈകോർക്കണം. പരവൂരിലടക്കം ഒരിടത്തും വെടിക്കെട്ടിന് വ്യവസ്ഥകൾ പാലിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഒരു ദുരന്തമുണ്ടാകും വരെ ആരും അത് ചോദ്യം ചെയ്യില്ല. ഈ കലക്ടർമാരെ രാഷ്ട്രീയക്കാര് പണം കൊടുത്ത് വാങ്ങിക്കുകയും അവരുടെ അനുമതി അവർ നേടിയെടുത്ത് കലക്ടർമാർ കുറേ നിബന്ധനകൾക്കനുസരിച്ചാണ് പടക്കം പൊട്ടിക്കാനായിട്ട് അനുമതി കൊടുക്കുക. ഈ നിബന്ധനകളൊക്കെ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതിലൊരു നിബന്ധനയാണ് പൊട്ടാസ്യം ക്ലോറേറ്റ് ഉപയോഗിക്കരുതെന്നുള്ളത്. രണ്ടാമത് ഡൈനാമിറ്റ്, ഗുണ്ട്, ഓലപ്പടക്കം ഇത് മൂന്നും പൊട്ടിക്കാൻ പാടില്ല എന്ന് പറയും. കുഴിമിന്നൽ പൊട്ടിക്കാൻ പാടില്ല എന്നതിൽ പറഞ്ഞിട്ടുണ്ടാവും. അമിട്ട് പൊട്ടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇത് മുഴുവൻ പൊട്ടിക്കുന്ന വെടിക്കെട്ട് മാത്രമേ കേരളത്തിൽ നടക്കുന്നുള്ളൂ. അപ്പോൾ അനുമതി ഉണ്ടോയെന്ന് ചോദിച്ചാൽ അനുമതി ഉണ്ടെന്ന് വെടിക്കെട്ടുകാർ പറയും, അനുമതി ഇല്ല എന്ന് കലക്ടറും പറയും. പൊട്ടുന്ന സാധനം പൊട്ടി ആൾ മരിക്കാണ്ട് എല്ലാവരും പോയി കഴിഞ്ഞാൽ ആർക്കും യാതൊരു കുഴപ്പമില്ലാത്ത അവസ്ഥയാണ്. ആൾ മരിച്ചു കഴിഞ്ഞാൽ കലക്ടർ പറയും അനുമതി കൊടുത്തിട്ടില്ല എന്ന് പറയും. നിയമലംഘനമാണെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും മതകാര്യമാണെങ്കിൽ നോക്കി നിൽക്കാനേ പോലീസിനും കഴിയൂ. വെടിക്കെട്ട് നടത്താനായിട്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള പ്രധാന സമയം വൈകിട്ട് 7 തൊട്ട് വൈകുന്നേരം 10 മണി വരെയാണ്. പകല് ആ സമയത്താണ് സാധാരണ ഈ സമയത്ത് കത്തിച്ച് തുടങ്ങുക. ഈ രാത്രി വെളിച്ചത്തിൽ മിന്നുന്ന പടക്ക ഇനങ്ങളാണ് ഇപ്പോൾ സാധാരണ കത്തിക്കുന്നത്. അതുകൊണ്ട് പകൽ സമയത്ത് സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ ആരും വെടിക്കെട്ട് നടത്താറില്ല. ഈ നടത്തുന്ന വെടിക്കെട്ടുകൾ ആ സമയത്ത് നടത്തുന്ന അതിഭയങ്കരമായിട്ടുള്ള ശബ്ദഘോഷങ്ങളോടുകൂടി തൃശ്ശൂർ നടക്കുന്നുണ്ട്. 25-26 കിലോമീറ്റർ അകലെയുള്ളവർക്ക് വളരെ വ്യക്തമായിട്ട് കേൾക്കാവുന്ന തരത്തിലാണ് തൃശ്ശൂരിൽ 7 വെടിക്കെട്ട് കഴിഞ്ഞ 2 മാസം നടന്നിട്ടുള്ളത്. ശബരിമലയിലടക്കം വെടിക്കെട്ട് ദുരന്തം ഉണ്ടായിട്ടുണ്ട്. വർഷവും നിരവധി പേർ കൊല്ലപ്പെടുന്നു. എന്നിട്ടും ഈ അപായക്കളി തുടരുകയാണ്. എക്സ്പ്ലോസീവ് റൂളിൽ പറയുന്നത് ഈ ലൈസൻസ് വാങ്ങിച്ചവനാണ് ലൈസൻസ് പ്രകാരം എന്താ അപകടം ഉണ്ടായാലും കോമ്പൻസേഷൻ കൊടുക്കേണ്ടതെന്നാണ് പറയുന്നത്. ഈ ലൈസൻസ് ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ പേർക്ക് ഒരു ബോണ്ട് എഴുതി, ഞാൻ ഈ ലൈസൻസ് ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യുമ്പോൾ ആർക്കെങ്കിലും ജീവനോ സ്വത്തിനോ നഷ്ടം ഉണ്ടായാൽ ഞാൻ നികത്തിക്കൊള്ളാമെന്ന് എഴുതി കൊടുക്കുന്ന ഒരു ബോണ്ടുണ്ട്. ആ ബോണ്ട് നടപ്പിലാക്കാനായിട്ട് ഇപ്പോൾ ലൈസൻസ് ചിലപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാവില്ല. അപ്പോൾ സർക്കാർ ഈ ബാധ്യത ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ ആദ്യം പിടിച്ച് പുറത്താക്കേണ്ടത് ഈ ജില്ലാ കലക്ടറാണ്. അയാൾക്ക് ശമ്പളം കൊടുക്കേണ്ട ആവശ്യമില്ല. കേരളത്തിലെ ഏറ്റവും വലിയ വെടിക്കെട്ടാണ് തൃശൂർ പൂരത്തിനിടെ നടക്കുന്നത്. സുപ്രീം കോടതി മാനദണ്ഡങ്ങളും നിയമവ്യവസ്ഥകളും ലംഘിച്ചാണ് തൃശൂരിലും വെടിക്കെട്ട് നടക്കുന്നത്. ഇതും ചോദ്യം ചെയ്യപ്പെടാറില്ല. കാഴ്ചക്കാരുടെ ആധിക്യം കൂടി പരിഗണിക്കുമ്പോൾ തൃശൂരിലെ ദുരന്ത സാധ്യത ഭീതിതമാണ്. ഈ തൃശ്ശൂർ നഗരത്തിൽ തൃശ്ശൂർ പൂരത്തിന് ഒരു വെടിക്കെട്ട് പൊട്ടിക്കുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 50 മീറ്റർ അകലെയാണ് 2 പെട്രോൾ ബങ്കുള്ളത്. അതുപോലെ 40 മീറ്റർ അകലെ 27 വൻ കെട്ടിടങ്ങളുണ്ട്. ഈ കെട്ടിടങ്ങളുടെ മുകളിലൊക്കെ ആളുകൾ കയറിയിരിക്കുന്നുണ്ട്. ഇവരെ തലയിലേക്കൊക്കെ പല സാധനവും വന്ന് വീഴാം. കഴിഞ്ഞ ഞങ്ങൾ വിവരാവകാശപ്രകാരം ഒരു നിവേദനം കൊടുത്തപ്പോൾ തൃശ്ശൂർ നഗരത്തിൻ്റെ ചുറ്റുമുള്ള 1810 സ്ഥാപനങ്ങളുടെ ചില്ല് പൊട്ടി എന്ന് പറഞ്ഞിട്ട് 16 കോടി രൂപയുടെ ഇൻഷുറൻസിന് വേണ്ടിയിട്ടുള്ള FIR തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എഴുതിയിട്ടുണ്ട്. ഈ കാശ് മുഴുവൻ ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്നത് നാട്ടുകാരെയാണ്. ഈ വെടിക്കെട്ട് നടത്തിയിട്ട് ചില്ല് പൊട്ടിയതിൽ തിരുവമ്പാടി ദേവസ്വൻ്റെ പുതിയ കല്യാണ മണ്ഡപം ഉൾപ്പെടും. ഇത്രയും ഭീകരമായിട്ടുള്ള സ്ഫോടന തീവ്രത ഉണ്ടാക്കുന്ന തരത്തിൽ വെടിക്കെട്ട് നടത്താൻ ഇനി സർക്കാർ അനുവദിക്കരുതെന്നും 3 മാസത്തേക്ക് അടിയന്തരമായിട്ട് കേരളത്തിൽ മൊത്തം വെടിക്കെട്ട് നിരോധിച്ച് സർക്കാർ അടിയന്തരമായിട്ട് ഉത്തരവ് ഇറക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളിപ്പോൾ ഒന്ന് ഹോം സെക്രട്ടറിക്ക് പരാതി അയച്ചിട്ടുണ്ട്. സമാനമാണ് ആനകളെ എഴുന്നള്ളിപ്പിക്കുന്നതിലെ നിയമലംഘനവും. ആനകളെ കൊടിയ പീഡനത്തിന് ഇരയാക്കിയാണ് സർവ്വമത ചടങ്ങുകളിലും എഴുന്നള്ളിപ്പ് നടക്കുന്നത്. മതഭേദമില്ലാതെ ദുരഭിമാനത്തിന്റെ മിണ്ടാപ്രാണികളെ പീഡിപ്പിക്കുന്നു. ഇതിന്റെ അനന്തരഫലമായി ആനകൾ ഇടഞ്ഞ് മനുഷ്യരെ കൊമ്പിൽ കോർക്കുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ തൃശ്ശൂർ പൂരത്തിന് മറ്റുള്ള പൂരത്തെക്കാട്ടിലും പ്രത്യേകത 36 മണിക്കൂർ 96 ആനകളെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന പരിപാടിയാണ്.
സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് 11 തൊട്ട് 4 വരെ പൂരം നടത്താൻ ആനയെ ഉപയോഗിക്കാനായിട്ട് സംഘാടകർക്ക് അധികാരമില്ല എന്നാണ്. ഇവർ ബാക്കിയുള്ള നേരത്തെ ഉപയോഗിച്ചിട്ട് 11 മണിയോടുകൂടി ആനകളെ തിരിച്ചയക്കുകയും അത് കഴിഞ്ഞിട്ട് ഇവർ 4 മണി കഴിഞ്ഞിട്ട് ചെയ്യുന്ന പരിപാടിക്കടക്കം ഈ ആനകളെ ഉപയോഗിക്കുന്നത് ആശാസ്യമല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവർ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ആനകളുടെ പ്രതിമ ഉപയോഗിക്കുന്നതിൽ തൃശ്ശൂർ പൂരക്കാർ പുതിയ തീരുമാനം എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന് നൽകുന്ന 96 ആനകളിൽ 6 എണ്ണത്തിനൊഴികെ ഒരെണ്ണത്തിന് പോലും കണ്ണ് കാണില്ല എന്നുള്ള തെളിവാണ് കഴിഞ്ഞ കൊല്ലം സുപ്രീം കോടതിയിൽ എത്തിയത്. മാത്രമല്ല ഈ 36 മണിക്കൂറിൻ്റെ ഇടയിൽ എഴുന്നള്ളിച്ച് നിൽക്കുമ്പോൾ ആനകൾക്ക് വെള്ളം കൊടുത്തിട്ടില്ല എന്നുള്ളൊരു പ്രധാന തെളിവും സുപ്രീം കോടതിയിൽ എത്തി. ഈ നമ്മുടെ അമ്പലങ്ങളിലും അതുപോലെ ചന്ദനക്കുടത്തിൻ്റെ നേർച്ചയായാലും ശരി, പള്ളിപ്പെരുന്നാളായാലും ശരി, ആനകളെ എഴുന്നള്ളിച്ചു കൊണ്ടുള്ള വേലകളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ദുരന്ത ഭൂമിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇതിനുള്ള കാരണമായിട്ട് നമുക്ക് തോന്നുന്നത് ആനകൾക്ക് വിശ്രമമില്ല, ഭക്ഷണമില്ല, ഉറക്കമില്ല, കൂടുതൽ ലോഡ്, രാത്രിയും പകലും എഴുന്നള്ളത്തുകളുടെ മേളങ്ങൾ, പൊടിപൂരം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മതചടങ്ങുകളിൽ നിയമലംഘനം നടന്നാലും ഇടപെടാൻ കഴിയാത്ത നിസ്സഹായതയാണ് ഓരോ ദുരന്തമുഖത്തും തെളിയുന്നത്. നിയമവ്യവസ്ഥ ഉണരുക ദുരന്തമുണ്ടായിക്കഴിഞ്ഞാൽ മാത്രമാകും. ഇതിനൊരു തിരുത്താണ് ഇനി അനിവാര്യം.